ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് പച്ചമാങ്ങ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ചെറിയൊരു എരിവും പുളിയും മധുരമൊക്കെ കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്കതിനായിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പച്ചമാങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 3 എടുക്കണുള്ളൂ. അപ്പോൾ ഒരു 4-5 ഗ്ലാസ്സിലേക്കുള്ള ഒരു അളവിലാണ് ഞാൻ എടുക്കുന്നത്. വലിയ മാങ്ങയ്ക്കാണെങ്കിൽ ഒരു 2 എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ അണ്ടിയോട് കൂടെ തന്നെയാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിതാ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ ചെത്താതെ നമുക്ക് മാങ്ങയുടെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇട്ട് വേവിച്ചെടുത്താലും മതി. എന്നാലും നമുക്ക് ഇതിനുള്ളിൽ പൾപ്പൊക്കെ നന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2-3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 2-3 വിസിലൊക്കെ വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ആവിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നിന്ന് ഈ അണ്ടിയൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതിലുള്ള ഈ വെന്ത് വന്നിട്ടുള്ള അതിൻ്റെ ആ ഒരു പൾപ്പും ഇതൊക്കെ നമുക്കൊരു സ്പൂൺ വെച്ചിട്ടോ അതല്ലെങ്കിൽ ചൂടാറിയിട്ടുണ്ടെങ്കിൽ കൈ വെച്ചിട്ടൊക്കെ നന്നായിട്ട് തന്നെ ഈ ഒരു കുക്കറിലേക്ക് ഞാനൊന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുത്താലും മതി. അപ്പോൾ നമുക്ക് ഇതിലുള്ള മുഴുവൻ ഇതിൻ്റെ പൾപ്പും കിട്ടും. നമ്മൾ ചെത്തി എടുത്തിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാൻ ഇതിൽ നിന്ന് ഈ പൾപ്പൊക്കെ ഇതിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി എല്ലാതും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് മുഴുവനായിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വേവിച്ച് വെച്ചിട്ടുള്ള ഈ മാങ്ങയുടെ പൾപ്പ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടെ ഒരു കുക്കറിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ കുറച്ചും കൂടെ 2-3 ടേബിൾ സ്പൂണോളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 2 പിടി പുതിനയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. അപ്പോൾ പുതിന ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന അളവിനനുസരിച്ചിട്ടൊക്കെ കൂട്ടം കുറയ്ക്കും ചെയ്യുക. ഇനിയിപ്പോൾ ഒരു 2-3 ഏലക്കയുടെ കുരുവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചിട്ടുള്ള പൊടിയാണ്. അതും ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഈ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂണ് കുറച്ച് മേലെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ അധികം എരിവില്ലാത്ത പച്ചമുളക് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് പേസ്റ്റാക്കി ഇതുപോലെ അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് അരിപ്പയിലിട്ടിട്ട് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അരിച്ചിട്ട് ആ മിക്സിയിൽ കുറച്ച് 2 ടേബിൾ സ്പൂണുകളൊക്കെ വെള്ളം ചേർത്തിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല കട്ടിയിലാണുള്ളത്. ഇത്രയും കട്ടി വേണ്ട. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ പാകത്തിനനുസരിച്ചിട്ട് തണുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം.
അപ്പോൾ നല്ല തണുത്ത വെള്ളം ഐസ് ക്യൂബൊക്കെ ചേർത്തിട്ട് കട്ടി കുറഞ്ഞ രീതിയിൽ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ദാഹമൊക്കെ മാറാനും അതാണ് നല്ലത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് കട്ടി കുറക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2-3 ഗ്ലാസ്സൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഐസ് ക്യൂബൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 ഗ്ലാസ്സിലേക്ക് കുറച്ച് കസ്കസ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തിട്ടുണ്ട്, ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. നിർബന്ധമില്ല. എന്നിട്ട് ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതുപോലെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ. ഒരു തവണ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒരു 2-3 പച്ചമാങ്ങ ഉണ്ടായാലും നമുക്കൊരു 4-5 ഗ്ലാസ്സിൽ ജ്യൂസ് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അടിപൊളി ജ്യൂസാണ്. ചെറിയ എരിവും മധുരവും പുളിയൊക്കെ കൂടിയിട്ടുള്ള ഒരു ജ്യൂസാണ്. അതേപോലെ തന്നെ ഈ ഒരു ചൂടുകാലത്ത് നമുക്ക് പെട്ടെന്ന് ദാഹമൊക്കെ മാറാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.